മാഷ വിജയത്തിന് പിന്നില് മാഷ എന്നും മാഷ് വെച്ച തൈകളെ കാണുകയും ശുശ്രൂഷിക്കുകയും അവരെ നില നോക്കുകയും ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അത് പുല്ല് കണ്ട് പേടിക്കണ്ട കേട്ടോ. പുല്ല് ഏറ്റവും നല്ല സാധനം. കാരണം അതിനെ ചെത്തി കൂട്ടി ഒരു കൂട്ടിൽ ഇട്ട് നമ്മൾ തെങ്ങിന്റെ തടത്തിലോ അല്ലെങ്കിൽ മറ്റ് ഇതിന്റെ പുല്ല് വളരാത്ത ഭൂമി മരുഭൂമിയല്ലേ. ഇപ്പൊ ആളുകളൊക്കെ പുല്ല് കണ്ടു മരുന്ന് കൊണ്ടടിക്കുക അല്ലേ. ആ പുല്ലില്ലാത്ത ഭൂമി നമുക്ക് എന്തിനു കൊള്ളാം. പുല്ലാക്കുമ്പോ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം നേരിട്ട് മണ്ണിൽ ഒരിക്കലും വീഴാൻ പാടില്ല. അപ്പൊ അതിനെ ഈ മരങ്ങളുടെ ഇല കൊണ്ട് നമ്മൾ അതിനെ ക്ലോസ് ചെയ്യണം. 7.5 മീറ്ററെങ്കിലും അകലം വേണം തൈകൾ തമ്മിൽ. സ്ക്വയറായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാതും തമ്മിൽ 7-7.5 മീറ്ററെങ്കിലും ഇത് അകലം ഉണ്ടെങ്കിൽ മാത്രമേ ഈ തെങ്ങുകൾ കൃത്യമായിട്ട് അതിന് സൂര്യപ്രകാശം തട്ടി വരുള്ളൂ. അപ്പൊ നമ്മൾ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഒരു കുട്ടിയോട് ചോദിച്ചു ഏത് മാസത്തിലാണ് വിഷു എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടിക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ തോട്ടങ്ങൾ സന്ദർശിച്ച് ഒരു കൃഷി ചെയ്യണമെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. കാരണം അത് കണ്ട് ഇത് കറക്റ്റ് ആണ്. ഇതിൽ നമ്മുടെ ഈ പറമ്പുണ്ടല്ലോ ഒന്നിച്ചിലാനൊക്കെ പറമ്പ്, ഇതിൽ ഞാനൊരു കൊല്ലത്തിൽ വളത്തിന് വേണ്ടി ഞാൻ ഇത് മറ്റേ എല്ലുപൊടിയാ കുറച്ച് പിണ്ണാക്ക് കുളിപ്പിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പരമാവധി ഒരു 3000 രൂപ ഈ ഇത്ര സ്ഥലത്ത് ഞാൻ ചെലവാക്കണുള്ളൂ. വേറെ കൂലിച്ചെലവ് എനിക്കില്ല. പക്ഷെ എനിക്ക് നമ്മുടെ എല്ലാതിൻ്റെ വിളവ് എല്ലാം കൂടി കൂട്ടുമ്പോ 1 ലക്ഷം 1.5 ലക്ഷം രൂപ നമുക്ക് പോക്കറ്റിൽ എത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു 800-നും 1200-നും ഇടയ്ക്കുള്ള നാളികേരങ്ങൾ വിവിധ മാസങ്ങളിൽ ഉണ്ടാവും കിട്ടുന്നുണ്ടാവും. അത് എന്തായാലും ആളുകൾക്ക് ഒരു പുതിയ അറിവാണ് ഈ കാര്യം. അതായത് നമ്മള് എല്ലാ മാസവും ശരിക്കും കയറുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെ, വെള്ളത്തോട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളം കാഞ്ഞിട്ട് കൊടുക്കുന്ന പരമാവധി 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും വെള്ളം പറ്റി അതിലൊരു സ്വല്പം വെള്ളം ഉണ്ടാവുള്ളൂ. ഒരു 50 മില്ലി 60 മില്ലി വെള്ളം ഉണ്ടാവുള്ളൂ. അത് നാളെ കൂടുതലും മൂത്താത്ത കാര്യമാണ്. മൂത്താല് അപ്പൊ നമ്മള് എല്ലാവരും അങ്ങനെയല്ലേ. ഇപ്പൊ എല്ലാ മാസവും തന്നെ കയറുന്നില്ലല്ലോ. അപ്പൊ അത് വെള്ളം കളഞ്ഞു കൊടുക്കുന്നത് ലാഭകരം തന്നെയാ. ശരി. നാളികേരം കിലോ എന്ന് പറയുന്നത് അതിന്റെ വെള്ളക്കടക്കുള്ള ഒരു രൂപമാണ് അല്ലെ. അല്ല, അപ്പൊ കഴിഞ്ഞ തവണ എനിക്ക് ഒരു കിലോ 64 രൂപ വെച്ച് വില കിട്ടി. ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളില് എങ്ങനെ വിളവൊക്കെ എങ്ങനെ തെങ്ങിന്റെ? നമസ്കാരം സുധീരൻ മാഷേ. നമസ്കാരം. ഇവിടെ ഇപ്പൊ നാട്ടില് നാളികേരം ഇല്ലാത്തൊരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. തെങ്ങ് കൃഷിയില് ആകെ കേടുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നാളികേരത്തിന് കുറവുണ്ട്. പക്ഷെ നാളികേരത്തിനാണെങ്കിലോ നല്ല വിലയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. മാഷയുടെ ഇവിടെ വന്നപ്പോ പറമ്പൊക്കെ കണ്ടപ്പോ അവിടെ തെങ്ങിനൊന്നും രോഗ കീടബാധകളൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മാഷ് പറഞ്ഞിരുന്നു മാഷക്ക് നല്ല വില കിട്ടി എന്നുള്ളത് ഇല്ലേ. ഈ വേനൽക്കാലങ്ങളില് ധാരാളം നാളികേരം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ലഭിച്ചു, എന്താണ് അതിന്റെ കാർഷിക പരിപാലനം എന്നതിനെ കുറിച്ചൊന്ന് പറയാൻ സാധിക്കുമോ സാർ? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു 10-20 വർഷം മുന്നേ നമ്മുടെ ഒരു മണ്ടരി എന്ന രോഗം വന്നതോടുകൂടി നമ്മുടെ തെങ്ങുകളുടെ നാളികേരം മുഴുവൻ നശിച്ച നിലയിലായി. അതോടുകൂടി കാറ്റുവീഴ്ച അതുപോലെ തെങ്ങുകൾക്ക് പല അസുഖം വരികയും ചെയ്തതോടുകൂടി നമ്മൾക്ക് തെങ്ങ് കയറുന്ന പൈസ പോലും നമുക്ക് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കൂപ്പ് കുത്തിയപ്പോൾ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുകയും വിവിധ സ്ഥലങ്ങളിൽ തോട്ടങ്ങൾ സന്ദർശിക്കുകയും നമ്മുടെ IRTC വനഗവേഷണ കേന്ദ്രം കില മുതലായ സ്ഥലങ്ങളിലുള്ള അവരുടെ ക്ലാസ്സുകൾ കേൾക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു പ്രത്യേക രീതിയിലേക്ക് കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. തെങ്ങിനെ തീരെ മൈൻഡ് ചെയ്തില്ല. അതിൻ്റെ തടം തുറന്നില്ല. ഒരിക്കൽ തുറന്നിട്ടിരുന്നു, അത് അടച്ചില്ല. പിന്നെ മറ്റു വളങ്ങളൊന്നും ചേർക്കാതായി. അതിൽ നമ്മുടെ തെങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ, ഓല, മടല്, അതുപോലെ തന്നെ ചകിരി, ഈ സാധനങ്ങളെല്ലാം തെങ്ങിൻ്റെ തടത്തിലിടും. ചപ്പ് ചവറുകൾ മുഴുവൻ തെങ്ങിൻ്റെ തടത്തിലിടും. അല്ലാതെ തെങ്ങിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു വാശിയിലായിരുന്നു. അതനുസരിച്ച് അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ മുഴുവൻ മരങ്ങൾ നട്ടു. വിവിധ തരം മരങ്ങൾ നട്ടു. ഈ മരങ്ങൾ നടുകയും അതിൻ്റെ ഇല മണ്ണിൽ വീണ് അത് ഭൂമി ഒരു ബെഡ് പോലെ ആവുകയും വെളുത്ത നിറത്തിലുള്ള എൻ്റെ മണ്ണ് ഇപ്പോൾ അത് കറുത്ത നിറത്തിലുള്ള മണ്ണാവുകയും ചെയ്തു. അങ്ങനെ ഈ നമ്മുടെ ജൈവ കൃഷിയിൽ ആരംഭിച്ച് ഞാനിപ്പോൾ പ്രകൃതി കൃഷിയിലാണ് നിൽക്കണേ. ഒരു പ്രത്യേകമായിട്ടൊരു വളം ചെയ്യാറില്ല. നന കൊടുക്കുന്ന പറഞ്ഞാൽ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തെങ്ങിന് നന കൊടുക്കും. അത് മാത്രമാണ് അതിന് പ്രധാനമായിട്ട് ചെയ്യുന്നത്. പക്ഷെ
കനത്ത വിളവ് എന്ന് പറഞ്ഞാൽ നല്ല പോലെ വിളവ് കിട്ടുന്ന തെങ്ങുകളാണ്. കീടബാധകൾ ഇല്ല. കാരണം എന്ന് വെച്ചാൽ പ്രകൃതി കൃഷിയിൽ വന്നാൽ പിന്നെ രോഗമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ കാർബൺ നല്ല പോലെ കയറി കഴിയും. നമ്മൾ ഇതിലൊരു 10-20 തരം വൃക്ഷങ്ങളുടെയെങ്കിലും ഇലകൾ ഇതിൻ്റെ ഉള്ളിൽ വീഴുന്നുണ്ട്. അപ്പൊ അത് മുഴുവൻ ഒരു ഇല പോലും ഞാൻ കത്തിക്കില്ല. അത് തെങ്ങിന്റെ തടത്തിലും പറമ്പുകളിലായിട്ട് അങ്ങനെ അത് കിടന്ന് അത് ദ്രവിച്ച് ആ കാർബൺ മുഴുവൻ മണ്ണിലേക്ക് ഇറങ്ങുകയും അത് ചെടികൾ ആഗിരണം ചെയ്യുകയും ചെയ്തതോടുകൂടി നമുക്ക് മറ്റൊരു വളം ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കീടനാശിനി ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. ഇപ്പൊ പച്ചക്കറിയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരിക്കലും ഞാൻ ഒരു സ്പ്രേയർ എടുക്കേണ്ട കാര്യം വരുന്നില്ല. എന്നാൽ എല്ലാം വളരെ നന്നായി വളരുന്നതാണ്. അപ്പൊ അങ്ങനെ തെങ്ങുകളെ ഞാൻ അങ്ങനെ നിർത്തി കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ കൃഷി രീതി കൊണ്ട് തെങ്ങുകളെല്ലാം തഴച്ച് വളരാൻ തുടങ്ങി. അതിന് രോഗമില്ലാത്ത അവസ്ഥയിൽ നല്ല പോലെ കൊല പൊട്ടുകയും അത് നാളികേരം നല്ല പോലെ ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്തതോടുകൂടി ഇത് വളരെ സക്സസ് ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നാടൻ തൈകൾ മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. ഇവിടെ നല്ല തെങ്ങിന്റെ നല്ല പോലെ കായ്ക്കുന്ന തെങ്ങിന്റെ നല്ല വലുപ്പമുള്ള എല്ലാ കൊല്ലവും നാളികേരം ഉണ്ടാവുന്ന തെങ്ങിന്റെ നാളികേരം പാവി മുളപ്പിച്ച് അതാണ് വെക്കാറ്. അതുകൊണ്ട് തെങ്ങുകളെല്ലാം ഒരു കുഴപ്പമില്ല. ഇപ്പൊ തൈക്കള് എല്ലാ തൈക്കളും ഒരു സ്ഥലത്തും നല്ല പോലെ തൈക്കൾ വളരുന്നില്ല. പക്ഷെ എനിക്ക് അതിലും വ്യത്യാസമാണ്. അത് നിങ്ങൾ ആര് വന്ന് നോക്കിയാലും അത് എൻ്റെ മനസ്സിലാവാൻ പറ്റും. ആകെ തെങ്ങിനെ ആക്രമിക്കുന്ന ഒറ്റ ജീവിയുള്ളൂ, അത് കൊമ്പൻ ചെല്ലിയാണ്. അത് നമ്മുടെ ചാണകപ്പുഴുവിന്റെ അടുത്ത തലമുറയാണ് ഈ സാധനം. ഇത് വന്ന് ഇതിന്റെ കൊരക്കില് കുത്തി അത് ആ തൈക്കളെ അത് നശിപ്പിക്കുന്ന രീതിയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ തൈക്കൾ ഒരിക്കലും പോകില്ല. 1, 2, 3 വർഷത്തിലുള്ള തൈക്കൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോവുക. ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞ തൈക്കള് അല്ലെ തെങ്ങുകള് ഒരു കൂമ്പ് പോകും, അല്ലാതെ അതിന് ആ തൈക്കൾക്ക് ഒരു അസുഖം വേറെ വരില്ല. അതായത് 3 വർഷം കഴിഞ്ഞ വരെ നമ്മൾ നന്നായി ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ഈ തൈയിന്റെ അടുത്ത് പോവുകയും അതിന്റെ ഈ പട്ടയുടെ ഇടയിൽ കൂമ്പിന്റെ താഴെയായിട്ട് പട്ടയുടെ ഇടയിൽ ഇങ്ങനെ പഞ്ഞി പോലെ ഇതിന്റെ ഇതുണ്ടല്ലോ ഈ അവശിഷ്ടം അത് വന്ന് കണ്ടാൽ അപ്പൊ അറിയാം. നമ്മൾ എന്നും സന്ദർശിക്കുന്നതാണെങ്കിൽ പിറ്റേ ഇപ്പൊ ഇന്നലെ ചെന്നപ്പോ അതില്ല, ഇന്ന് ചെന്നപ്പോ ഈ അവശിഷ്ടം കാണുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇവനുണ്ട് ഉറപ്പ്. ഈ കോഞ്ഞാട്ടേരൊക്കെ അവശിഷ്ടം പോലെ ഇങ്ങനെ. അപ്പൊ അത് നമ്മൾ ഇന്നലെ ഇല്ല, നമ്മളെ എന്നും ശ്രദ്ധിക്കണല്ലോ. നമ്മുടെ ഒരു കുട്ടികളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല, വെറുതെ നടന്നു പോയാൽ മതി. അപ്പൊ ഇത് ഇന്നലെ ഇല്ല, ഇന്നുണ്ടല്ലോ. ഉടനെ ആ പട്ടയൊന്ന് അകത്തി നോക്കുക. നമ്മുടെ കൈ കൊണ്ട് തന്നെ വെറുതെ തപ്പി നോക്കിയാൽ ഇതിനെ അപ്പൊ കാണാം. കാരണം എന്താ വെച്ചാൽ തലേദിവസം അന്ന് കയറിയിട്ടുള്ളോ. 1 or 2 ദിവസം കഴിഞ്ഞെങ്കിൽ നമ്മളൊരു വടി എടുക്കുക, നല്ല മനുള്ള ഒരു വടി, ഏതെങ്കിലും ഒരു വടി എടുക്കുക, ഇത് പട്ടയൊന്നകത്തുക, എന്നിട്ട് ആ ദ്വാരത്തിലിട്ട് 2 ഇടി ഇടിക്കുക, ഇതിന്റെ ഉള്ളിൽ കൂടി കുത്തി കയറ്റാൽ ഇതിന്റെ ഈ മൊന അതിന്റെ ഉള്ളിൽ ചെന്ന് കയറും. അത് മാത്രല്ല തൊട്ടടുത്ത കുറച്ച് മണ്ണ് വാരി ഇതിന്റെ ഉള്ളിൽ ഈ ഹോട്ടലിൽ നിറച്ചിട്ട് ഈ വടി കൊണ്ടിട്ട് കുത്തി അത് ഫുള്ളാക്കുക. പിന്നെ അതിന് രക്ഷപ്പെടാനും പറ്റില്ല, നമ്മൾ തൈ പോകില്ല. അത് കയറി വരുമ്പോ ഇത് കൂടുതൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊമ്പ് പോകും, അത് കയറി വരുമ്പോ അത് ഒടിഞ്ഞു കാണാം. അല്ലെങ്കിൽ അത് പോകുക ചിലപ്പോ ഒരു സൈഡൊക്കെ ഒതിട്ടുണ്ട്. ഈ കാര്യം 3 വർഷം വരെ അതീവ ജാഗ്രതയോട് കൂടി. മാഷ വിജയത്തിന് പിന്നില് മാഷ് വെച്ച തൈകളെ കാണുകയും ശുശ്രൂഷിക്കുകയും അവരെ നോക്കുകയും ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അത് ഉറപ്പാണല്ലോ. രാവിലെ എന്നിട്ട് എന്റെ യോഗ കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറമ്പിലിറങ്ങും. അത് എല്ലാ ദിവസവും 365 ദിവസവും. അല്ലാതെ ഒരു തൈ വെച്ചു പിന്നെ വല്ലപ്പോഴേക്ക് പോയി അതുകൊണ്ട് രക്ഷയില്ല. എന്നിട്ട് പിന്നെ കൊമ്പൻ ജില്ലയിൽ ആക്രമണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രധാനപ്പെട്ട ഒരു ഘടകം ദിവസവും അവയെ പരിപാലിക്കുന്നുണ്ട്. അവയുടെ പ്രത്യേകതകള്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ദോഷങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പച്ചക്കറി നട്ടിട്ട് വെറുതെ നട്ടിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല, വളം വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ എല്ലായിടം പിൻഭാഗം നമ്മൾ പിടിച്ചു നോക്കണം. അപ്പൊ കാണാം അതിൽ എന്തെങ്കിലും പ്രാണികളുടെ മുട്ടയോ അല്ലെങ്കിൽ ചെറിയ പ്രാണികളോ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനായിട്ട് നോക്കണം. ചെറുപ്പത്തിൽ തുടക്കത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു മരുന്നടിക്കണ്ട, കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് ആ ഇലയൊന്ന് ഒഴിഞ്ഞു വിട്ടാൽ മതി. അപ്പൊ ഈ മുട്ടയോ പുഴുവോ മറ്റു സാധനം ഉണ്ടെങ്കിൽ അത് പോകും. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ കാണാതെ ചില പുഴുക്കളൊക്കെ വന്നിട്ടുണ്ടാവാം, അതിനെ നമ്മൾ എടുത്തു കൊന്നു കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഈ കയപ്പ പടവലം
ഇതൊക്കെ ഉണ്ടാവുമ്പോ അതിന് ഈ മഞ്ഞക്കെണി കെട്ടിയിട്ടാല് കായ്ച്ചകളൊക്കെ കുറെ പോയി കിട്ടും. അഥവാ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് കവറിലാക്കിയാൽ മതി. ഈ 50 പൈസ അല്ലാതെ 50 പൈസ ഇല്ല നമ്മുടെ ഈ മീനൊക്കെ തരുന്ന കവറുണ്ടല്ലോ. കായ്പ വിരിഞ്ഞ് കഴിഞ്ഞാൽ കാലത്ത് 7 മണിക്ക് മുമ്പ് കായ്പയുടെ പൂ വിരിയും. ആ വിരിഞ്ഞു കഴിഞ്ഞാൽ 9 മണിക്കകത്ത് അതിന്റെ പരാഗണം നടന്നിരിക്കും. ഈ പരാഗണം നടന്നപ്പോൾ 9 മണി 9:30 ആകുമ്പോൾ ഈ ഒരു കവർ കൊണ്ടുപോവുക. ഈ കായയെ പെൺപൂവാകുമ്പോൾ കായായിട്ട് നിൽക്കുമല്ലോ, അതിനെ ഇതിന് കവറിലാക്കുക. ഒന്നുകിൽ റബ്ബർ ബാൻഡ് ഇടുക, അല്ലെങ്കിൽ ഒരു വള്ളിയുടെ ഒരു ചരടെടുത്തിട്ട് കെട്ടുക, വെറുതെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഒരു 4-5 ദിവസം കഴിയുമ്പോൾ അത് ഊരി വേറെ ഒന്നിനും കെട്ടാവും. കാരണം എന്താ വെച്ചാൽ ഒരു തുടക്കത്തിലൊരു ഇത് കുത്തുള്ളൂ, പിന്നീട് ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിന് കുത്താൻ പറ്റില്ല. ഈ കായ്ച്ചയ്ക്ക് വന്ന് കുത്താൻ പറ്റില്ല, അത് ഉപദ്രവം ഉണ്ടാവാറില്ല. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളൊരു കായ്പ പന്തലിടുകയാണെങ്കിൽ ഒരു 5, 6 അല്ലെങ്കിൽ 10 കവർ ഉണ്ടെങ്കിൽ നമ്മളിത് മാറ്റി ഇട്ടിട്ട് ലാസ്റ്റ് വരെ ഉപയോഗിക്കാം. അങ്ങനെയാണ്. നമ്മള് തിരിച്ചു വരാം. പക്ഷെ കൊമ്പൻചെല്ലിയുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ചെമ്പൻചെല്ലി, ചെമ്പ് നിറത്തിലുള്ള ചെല്ലി, അതിന്റെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ടോ? അതിനെ ചെമ്പൻചെല്ലി ഇവിടെ അധികം കാണാറില്ല. പക്ഷെ ഈ കൊമ്പൻചെല്ലി കുത്തിയിട്ടുള്ള ദ്വാരത്തിലാണ് ഈ ചെമ്പൻചെല്ലി എന്ന് മുട്ടിടുക. ചെമ്പൻചെല്ലി കയറിയ പിന്നെ ഒരു രക്ഷയില്ല. അതായത് ഒരാൾ തലപോയ പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവര് ചെല്ലുകയും അതിന്റെ ഉള്ളിൽ നിറയെ മുട്ടയിടുകയും ചെയ്താൽ ഇങ്ങനെ 100 കണക്കിനാണ് ഈ കുഞ്ഞുങ്ങൾ അതിലുണ്ടാവുക. അത് അതിന്റെ ആ പൊങ്ങ് മുഴുവൻ ഏതാനും ദിവസം കൊണ്ട് നശിപ്പിക്കും. നമ്മളത് അറിയില്ല. കാരണം തെങ്ങ് അങ്ങനെ നിൽക്കുന്നുണ്ട്, വേറൊരു പ്രശ്നമില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാം ഇതിന്റെ കൂമ്പ് അല്ലെങ്കിൽ മോൾ ഭാഗത്തെ പട്ട മുഴുവൻ ഇങ്ങനെ ഉണങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കും, മരവിച്ച പോലെ നിൽക്കും. ചിലപ്പോൾ ഈ തല കൂമ്പ് അങ്ങനെ തന്നെ മറിഞ്ഞു വീഴും. അപ്പോഴാണ് നമ്മൾ അറിയുള്ളൂ. അപ്പൊ ഉണക്കണ്ടല്ലോ, മുകളിലെ ഏറ്റവും കൂമ്പില് ഒരു 3-4 ഇലകൾ എന്തോ ഉണങ്ങിയിട്ടുണ്ടല്ലോ, എന്താണ് പ്രശ്നം എന്ന് വലിയ തെങ്ങാകുമ്പോൾ നോക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ മറ്റേ തെങ്ങ് കയറുന്ന ആളെ വിളിച്ച് അത് നോക്കിക്കഴിഞ്ഞാൽ അത് തല വെട്ടി നോക്കിയാൽ അങ്ങനെ വെട്ടി പോയാൽ അതിൻ്റെ ഉള്ളിൽ നിറയതാണ്. അതിനുള്ള ഒറ്റ വഴി, തെങ്ങ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തെങ്ങ് മുറിക്കുക. അന്നോ പിറ്റേ ദിവസം തെങ്ങ് മുറിപ്പിക്കുക. അതിൻ്റെ ആ പഴുക്ക് ഭാഗം തീയിടുക, വെട്ടി അത് പിളർത്തിയിട്ട് അതിൽ മണ്ണെണ്ണയോ ഡീസലോ അല്ലെങ്കിൽ ചപ്പ് ചവറോ ഇട്ട് അത് കത്തിച്ച് കളഞ്ഞാൽ മാത്രമേ അത് നശിക്കുള്ളൂ. കാരണം 100 കണക്കിന് എണ്ണാണ് പിന്നത്തെ ദിവസം. അതും വളരെ ചെറുതാണുള്ളത്. മറ്റേ കൊമ്പൻചെല്ലി എണ്ണത്തിൽ കുറവുണ്ടാവുള്ളൂ. എണ്ണത്തിൽ കുറവായിരിക്കും. ചെമ്പൻചെല്ലി എണ്ണത്തിൽ കൂടുതലെന്ന് വെച്ചാൽ ഒരു തെങ്ങ് പോയി കഴിഞ്ഞാൽ അതിന്റെ പരിസരത്ത് അല്ലെങ്കിൽ അതിന്റെ ആ ഉള്ളിലായിട്ട് ഒരു 500 കുഞ്ഞുങ്ങളും അതിന്റെ കുട്ടികളുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തില് കൊമ്പൻചെല്ലി നിർമ്മാർജ്ജനം ചെയ്തു കഴിഞ്ഞാൽ ചെമ്പൻചെല്ലി അവിടെ ഉണ്ടാവില്ല, വളരെ കുറവായിട്ട് സാധ്യതയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവയ്ക്ക് ഇത് തുളച്ച് കയറാനുള്ള സാധ്യത വളരെ കുറവാ. ഈ ചെമ്പൻചെല്ലി ഉണ്ടല്ലോ, മറ്റവൻ തുളയ്ക്കാണ്. അവന്റെ കൊമ്പും അതിന്റെ ഇതുണ്ടല്ലോ ചുണ്ടൊക്കെ വളരെ ശക്തിയാണ് ആ സാധനം. നേരെ മറിച്ച് മറ്റേതിന് അങ്ങനെ ശക്തിയില്ല. ഇവിടെ എന്റെ മറ്റ് കീടബാധകൾ അതായത് രോഗങ്ങളായിട്ടുള്ള കൂമ്പുചീല്, ഓലകരിച്ചില് അതൊക്കെ ഉണ്ടാവാറുണ്ടോ അവിടെ? അത് അങ്ങനെയില്ല. നമ്മള് അഥവാ ഇനി ഏതെങ്കിലും ഒരു തെങ്ങിന് ഒരു 1-2 പട്ട ചിലപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് കാണാം. ചിലപ്പോ അത് ഇങ്ങനെ കരിഞ്ഞ പോലെയോ ചുളിഞ്ഞ പോലെയോ എന്തെങ്കിലും വ്യത്യാസം കാണാം. പക്ഷെ പിന്നെ 2 കൂമ്പ് കഴിയുമ്പോ പിന്നെ അത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. മറ്റത് അങ്ങനെയല്ല. നമ്മള് എല്ലാ പറമ്പുകളിലും അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മളൊരു നാടൻ രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രകൃതി കൃഷിയിലേക്ക് വരാത്ത പറമ്പുകളിലൊക്കെ ആ തെങ്ങിന് കേട് വന്നാൽ പിന്നെ അത് മാറില്ലേ. ഇതങ്ങനെയല്ല. തെങ്ങ് കേട് സാധാരണ വരാറില്ല. ഏതെങ്കിലും കാരണവശാൽ 1-2 പട്ട പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ അത് പിന്നെ 2-3 കൂമ്പ് വരുമ്പോഴേക്കും ഇത് കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കിയാൽ പണ്ടത്തെ പോലെ മെടയാൻ പറ്റിയ ഒരു ഓല പോലെയുള്ള തെങ്ങുണ്ടോ? ഇവിടെ നോക്കുക, എല്ലാ പട്ടയും കറക്റ്റാ. ചിലപ്പോ ഏതെങ്കിലും ഒരു തെങ്ങിന്റെ 1-2 പട്ട ചിലപ്പോ ഇതുപോലെ ചുളിഞ്ഞതുണ്ടാവാം. അത് കഴിഞ്ഞാൽ അതിന്റെ പിന്നെ അടുത്ത പോകുമ്പോ വരുമ്പോ അത് കറക്റ്റായി. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കൃഷി വകുപ്പ് അതിൽ പഠനം നടത്തേണ്ടതുണ്ട്. നമ്മുടെ നാട്ടുകാർ, ഈ കൃഷിയിൽ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇത് ശ്രദ്ധിക്കണം. ഇതിൽ വേറൊരു ടെക്നിക്കും ഇല്ല, ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം പറമ്പിലൊന്നും ചെയ്യണ്ട, കിളക്കിയോ മറക്കിയോ ഒന്നും വേണ്ട. അപ്പൊ തന്നെ എത്രയോ കൂലി ലാഭമായി.
അത് മണ്ണ് നമ്മളിപ്പോ പച്ചക്കറി നടണമെങ്കിൽ മാത്രം ആ ഭാഗം മാത്രം നമ്മൾ മണ്ണിളക്കണ്ടുള്ളൂ. മറ്റുള്ള മണ്ണ് ഇളക്കേണ്ടതില്ല. അതൊക്കെ തന്നെ ഇളക്കിക്കോളും. കാരണം ഈ ചപ്പുചവറ് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ മണ്ണ് ഇളകി. അതിന് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ചപ്പുചവറ് നല്ല ഹാർഡായ സ്ഥലത്ത് ചപ്പുചവറ് കൂട്ടിയിടുക. കുറച്ച് വെള്ളം അതിന്റെ മുകളിൽ ഇടയ്ക്കൊന്ന് തെളിച്ചു കൊടുക്കുക. വർഷകാലമാണെങ്കിൽ അത് വേണം. അത് കഴിഞ്ഞാൽ ശരിക്കും മാഷ് പറഞ്ഞു വരുന്നത് തെങ്ങിനെ സംബന്ധിച്ച് പണിയില്ലാത്ത കൃഷിയാണ്. അപ്പൊ തടം നല്ല രൂപത്തിൽ എടുക്കുക. ഏറ്റവും ആദ്യം തടം എടുക്കുക. പിന്നെ അത് തടം എടുക്കേണ്ട. പിന്നെ ഈ ഇലകളും മറ്റു ഇലകളും ചപ്പുചവറും ചകിരി മടല് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ കൊണ്ടിടുക. അത് മാത്രം മതി. പിന്നെ വേനൽക്കാലത്ത് പൊതയായല്ലോ. ഈ ജൈവ കൃഷിയുടെ പ്രധാനതാണ് അത് പൊതയിടലാണ്, മൾച്ചിങ്. ഇപ്പൊ ഈ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ മൾച്ചിങ് ചെയ്യുന്നുണ്ട്. അത് പുല്ല് വരാതിരിക്കാനാ. പക്ഷെ ഇങ്ങനെ ഇടുമ്പോ അതില് കൊമ്പഞ്ചില് മുട്ടയിടുകയോ അല്ലെങ്കിൽ പാമ്പുകൾ ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങള്? അങ്ങനെ സംഭവമല്ലേ. പാമ്പ് എന്ന് പറഞ്ഞാല് അത് പ്രകൃതിയുടെ ഒരു ജീവിയല്ലേ. കാരണം അതിനെ നമ്മൾ പേടിച്ചിട്ട് കാര്യമല്ലോ. ഇപ്പൊ ഈ ഒരു ഉത്സവ പറമ്പിൽ ആന ഓടിയിട്ട് എത്ര ആള് ചാവണ്. അതുപോലെ തന്നെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മറ്റേ മൃഗങ്ങൾ നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന സ്ഥലത്ത് എത്ര ആൾ മരിക്കുന്നു. ഈ പാമ്പെന്ന് പറഞ്ഞാൽ അത് പാമ്പാണെങ്കിൽ അത് അങ്ങോട്ട് പോയിക്കോളും. നമ്മൾ ഇത് പറമ്പിൽ നടക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കുക. പിന്നെ ശ്രദ്ധിച്ച് നടക്കുക. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ ടോർച്ച് നിർബന്ധം. ഈ മൊബൈലൊന്നും ഒരു കാര്യമില്ല. ടോർച്ച് നല്ല ലൈറ്റുള്ള ടോർച്ചായിട്ട് മാത്രം പുറത്തിറങ്ങുക. പിന്നെന്താ പ്രശ്നം? അപ്പൊ ശരിക്കും ജൈവാവശിഷ്ടങ്ങള് തെങ്ങിന്റെ തടത്തില് ഇങ്ങനെ ഇതായി പൊടിയായിട്ട് മാറും. പൊടിയായിട്ട് മാറും. പിന്നെ നമുക്കത് കുറച്ചും കൂടി സ്പീഡാക്കാനായിട്ട് ചില വഴിയുണ്ട്. എന്ന് വെച്ചാല് ഇപ്പോഴത്തെ കാലത്ത് പ്രയാസ പച്ചച്ചാണകം ഒരു 10-200 ലിറ്ററുള്ളൊരു ഡ്രമ്മില് ഇതൊരു 2 കിലോ മതി. 2 കിലോ പച്ചച്ചാണകം കലക്കിയിട്ട് അത് ഈ ചപ്പുചവറിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വീശി ഒഴിച്ചു കൊടുക്കുക. തെങ്ങിന്റെ കടക്കലൊക്കെ ഇങ്ങനെ വീശി ഒഴിച്ചു കൊടുക്കുക. ഒരു 2-4 കപ്പ് ഒഴിച്ചാൽ മതി. അപ്പൊ വളരെ വേഗത്തിൽ അത് ജൈവവളമായിട്ട് മാറും. അത് പെട്ടെന്ന് ദ്രവിച്ച് ജൈവവളമായിട്ട് മാറും. അതാണ് അതിനുള്ള ഏറ്റവും എളുപ്പം. ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളില് എങ്ങനെ വിളവൊക്കെ എങ്ങനെ തെങ്ങിന്റെ വിളവൊക്കെ നല്ല വിളവ്. അപ്പൊ ഈ കഴിഞ്ഞ തവണ ഞാൻ നാളികേരത്തിന്റെ വലിപ്പം നല്ല തൂക്കം കൂടുതലാ. മറ്റുള്ള വളങ്ങൾ നമ്മൾ രാസവളമൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുന്ന കാലത്ത് നമുക്ക് നാളികേരത്തിന്റെ തൂക്കം കിട്ടാറില്ലേ. ഇപ്പൊ നാളികേരം അല്പം ചെറുപ്പം, ഇത് പൊളിക്കുന്നതിന് മുമ്പ് അല്പം ചെറുപ്പം കണ്ടാലും പൊളിച്ചു കഴിഞ്ഞാൽ അത് വലിയ നാളികേരവും അത് നല്ല തൂക്കമുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ എനിക്ക് ഒരു കിലോ 64 രൂപ വെച്ച് വില കിട്ടി. എന്ന് വെച്ചാൽ ഹൈ വിലയല്ലേ. നാളികേരം കിലോ എന്ന് പറയുന്നത് അതിന്റെ വെള്ളക്കടക്കുള്ള ഒരു രൂപയാണ് അല്ലെ? അല്ല, വെള്ളം വെട്ടിയിട്ടാണ് അതിന് 64. മറ്റത് കഴിഞ്ഞിട്ട് വെള്ളം കളഞ്ഞിട്ട് അത് കൊടുക്കും. അതിനാണ് 64 രൂപ. അത് ലാഭമാണ്. കാരണം എന്താ വെച്ചാല് വെള്ളം വളരെ കുറവുണ്ടാവുള്ളൂ. ഇപ്പൊ എന്താ വെച്ചാൽ വൈകിട്ട് ഞാൻ 2.5 മാസം എത്തിയിട്ടാ തെങ്ങ് കയറുള്ളൂ. അപ്പൊ ഈ 2.5 മാസം നേരെ മറിച്ച് ഓരോ മാസം കയറുകയാണെങ്കിൽ ഈ ഒരുവിധം അങ്ങനെ വിളഞ്ഞു വരുന്ന ആ സമയമാണ്. ഒരുവിധം വിളഞ്ഞു എന്ന് പറയാം. പണ്ടത്തെ പോലെ വഴി പഴുക്ക ആ സമയത്താണ്. അതിൽ ധാരാളം വെള്ളം ഉണ്ടാവും. നേരെ മറിച്ച് 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും വെള്ളം വറ്റി അതിലൊരു സ്വല്പം വെള്ളം ഉണ്ടാവുള്ളൂ. ഒരു 50 മില്ലി 60 മില്ലി വെള്ളം ഉണ്ടാവുള്ളൂ. അത് നാളികേരം കൂടുതലും മൂത്താലത്തെ കാര്യമാണ്. മൂത്താല്. അപ്പൊ നമ്മള് എല്ലാവരും അങ്ങനെയല്ലേ. ഇപ്പൊ എല്ലാ മാസവും തന്നെ കയറുന്നില്ലല്ലോ. അപ്പൊ അത് വെള്ളം കളഞ്ഞു കൊടുക്കുന്നത് ലാഭകരം തന്നെയാ. നേരെ മറിച്ച് അതാത് മാസങ്ങളിൽ വിളയാത്ത നാളികേരം, തനി പച്ച നാളികേരം ഒക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഒരുമിച്ച് ഉരുളനായിട്ട് കൊടുക്കുന്നത് ലാഭകരമായിരിക്കും. വെള്ളത്തോടുകൂടി കൊടുക്കുന്നത്. അത് എന്തായാലും ആളുകൾക്ക് ഒരു പുതിയ അറിവാണ് ഈ കാര്യം. അതായത് നമ്മള് എല്ലാ മാസവും ശരിക്കും കയറുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെ? വെള്ളത്തോടുകൂടി കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളം കളഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. പിന്നെന്താ വെച്ചാല് നമ്മള് മറ്റ് സ്ഥലങ്ങളിൽ എല്ലാവരും ഇപ്പൊ 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും ചിലപ്പോ തെങ്ങ് കയറുമ്പോ വീട്ടിലെ ആവശ്യത്തിന് നാളികേരം കിട്ടുന്നില്ല എന്ന് പറയുന്നേ. എനിക്കിതില് ഒരു 60 തെങ്ങ് സാധാരണ ഉള്ളത്, 60-62 തെങ്ങ്. അതില് 55 എണ്ണമൊക്കെ കയറും. മറ്റേ ചിലതിന് കായ കുറവുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് 2.5 മാസം ആകുമ്പോൾ ഞാൻ തെങ്ങ് കയറും. അപ്പൊ എന്തായാലും ഒരു 800-നും 1200-നും ഇടയ്ക്കുള്ള നാളികേരങ്ങൾ വിവിധ മാസങ്ങളിൽ ഉണ്ടാവും, കിട്ടുന്നുണ്ടാവും. അപ്പൊ അത്രയും ഉണ്ടായാലും തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇതല്ലേ. അപ്പൊ ഞാൻ ഇതില് നമ്മുടെ ഈ പറമ്പുണ്ടല്ലോ, ഒന്നിച്ചിലാനൊക്കെ പറമ്പ്, ഇതിൽ ഞാനൊരു കൊല്ലത്തിൽ വളത്തിന് വേണ്ടി ഞാൻ ഇത് മറ്റേ എല്ലുപൊടിയാ കുറച്ച് പിണ്ണാക്ക് കുളിപ്പിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പരമാവധി ഒരു 3000 രൂപ ഈ ഇത്ര സ്ഥലത്ത് ഞാൻ ചെലവാക്കണുള്ളൂ.
വേറെ കൂലിച്ചെലവ് എനിക്കില്ല. പക്ഷെ എനിക്ക് നമ്മുടെ എല്ലാതിൻ്റെ വിളവ് എല്ലാം കൂടി കൂട്ടുമ്പോ 1 ലക്ഷം 1.5 ലക്ഷം രൂപ നമുക്ക് പോക്കറ്റിൽ എത്തുന്നുണ്ട്. അതാണ് കൃഷി. ഈ കൃഷി എന്ന് പറഞ്ഞാല് ഇത്തിരി വിത്തിനെ ഒത്തിരി ആക്കുന്ന ഒരു സൂത്രാണ്. അല്ലാതെ അതിൽ ഇതില്ല, ഈ ഷോർട്ട് കട്ട് ഇല്ല അതില്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളൊരു വെണ്ട നട്ടിട്ട് അത് പിറ്റേ ദിവസം ഏത് മരുന്ന് ചേർത്താലും പിറ്റേ ദിവസം 4-ാം ദിവസം കായ്ക്കും. അതിനൊക്കെ ടൈമിങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെയാണ് ഈ കൃഷിയുടെ കാര്യം. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ അതിൽ വളരെ ശ്രദ്ധിക്കുകയും നമ്മള് കുറച്ച് പൈസ ചെലവാക്കുക. ഒരു 500 രൂപ ഒരു കൃഷി നമ്മൾ ഇറക്കുന്നു, വിശാലമായിട്ട് കുറച്ച് സ്ഥലത്ത് കൃഷി ഇറക്കുന്നു, ഒരു 500 രൂപ അതിന് മൊത്തം നമ്മൾ ചെലവ് കണക്കാക്കുക. അതിൽ നിന്ന് നമ്മൾ 2000, 3000, 4000 നമുക്ക് കിട്ടാനുള്ള വഴി എവിടെ ഉണ്ടാവണം. അല്ലാത്തതല്ലേ കൃഷി നഷ്ടം വരെ ഉണ്ട്. ഇപ്പൊ ആളുകൾ പല ഇത് ഈ യൂട്യൂബിൽ കണ്ടിട്ട് ആ കൃഷി ഈ കൃഷി ഇന്നോണം കണ്ടു എന്ന് പറഞ്ഞിട്ട് അതുമ്മൽ ചെന്ന് കയറും. അത് അതിന്റെ ഹെഡിങ്ങുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്, അത് ലക്ഷങ്ങൾ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ എന്താ വെച്ചാൽ തോട്ടങ്ങൾ സന്ദർശിച്ച് ഒരു കൃഷി ചെയ്യണമെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. കാരണം അത് കണ്ട് ഇത് കറക്റ്റ് ആണ്. മറ്റേന്ന് വെച്ചാൽ ഒരു പച്ചനിറം കാണാം, ആകെ എല്ലാം കൂടി പച്ചനിറം കാണാം, റെഡി. ഇപ്പൊ ഇത് കണ്ടില്ലേ ഈ PVC പൈപ്പുമ്മേ കുരുമുളക് കയറ്റാന്ന് പറഞ്ഞ് ഭയങ്കര ഫേമസ് ആയിട്ടാ വരുന്നേ. നമ്മുടെ താന്യം പഞ്ചായത്തില് അതുപോലെ ഏത് സ്ഥലത്ത് കിഴുപ്പിൽക്കര മറ്റേ ചോന്ന മണ്ണുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ അല്ലാതെ എവിടെയാണ് ഈ കുരുമുളക് ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റുക? അത് അങ്ങനെ വളരാൻ പറ്റുമോ? നേരെ മറിച്ച് നമ്മൾ അതിനു വേണ്ടി വേറെ വഴി കാണണം. വഴി കാണാന്ന് വെച്ചാൽ നല്ല മറ്റേ അടയ്ക്കാമരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഇടയിലൊക്കെ അടയ്ക്കാമരം എന്ന് വെച്ചാൽ നമ്മൾ അതിനു വേണ്ടി വേറെ ഈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ അടുത്ത കൊല്ലം കായ്ക്കുന്ന പറഞ്ഞ് മേടിക്കരുത്. നമ്മളെ തൊട്ടടുത്ത് നമ്മൾ എത്രയോ നല്ല അടയ്ക്കാമരങ്ങൾ കായ്ക്കുന്ന പറമ്പുകളുണ്ട്. അവിടെ പോവുക, ആ വലിയ അടയ്ക്കകൾ നോക്കിയിട്ട് നല്ലപോലെ കൊലയിൽ പിടിക്കുന്ന വലിയ അടയ്ക്കകൾ നോക്കി കുറച്ചെണ്ണം നമ്മൾ അവരെ ചേട്ടാ ഇതിന്ന് എനിക്ക് 10 എണ്ണം എന്താ വില ഇത്രയും കൊടുത്തോ, അത് കൊണ്ടുവന്ന് നമ്മൾ പാവുക. എന്നിട്ട് അത് നിശ്ചിത അകലത്തിൽ വെക്കുക. അകലത്തിൽ വെച്ച് ഒരു 3 കൊല്ലം 4 കൊല്ലം ആകുമ്പോഴേക്കും ഇതിന്റെ തടി ഉയർന്നു വരും. അപ്പോൾ കുരുമുളക് വയ്ക്കുക അതിന്റെ പരിസരത്ത്. ഇപ്പൊ തടം എടുക്കുകയാണെങ്കിൽ ഈ തടത്തിന് തൊട്ട് പുറംഭാഗത്ത് ഇതിന്റെ ഈ കുരുമുളകിന്റെ കടയായിരിക്കണം. അത് കുരുമുളക് വള്ളി നമ്മൾ ചെറിയ വള്ളിയൊന്നും വയ്ക്ക, മറ്റേ ചെറിയ ഇതിൽ നിന്ന് വാങ്ങുന്ന നഴ്സറിയിൽ നിന്ന് വയ്ക്കേണ്ട കാര്യമില്ലേ. നമ്മൾ മറ്റേ പടരുന്ന കുരുമുളക്, സാധാരണ വലിയ കുരുമുളക് ഉണ്ടല്ലോ, അതിന്റെ ചുവട്ടിലേക്ക് വരുന്ന വള്ളിന്റെ ഞാന്ന് വരുന്ന വള്ളി, അത് കായ്ക്കില്ല. അത് വെറുതെ ഇങ്ങനെ മണ്ണിലും ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുള്ളൂ. തിരുവാതിരയിൽ ഇതിനെ മുറിക്കുക. ഇതിനെ മുറിച്ച് ഇതിന്റെ 2-3 കമ്പ് മണ്ണിലാക്കി ബാക്കി അങ്ങനെ തന്നെ നേരെ ഈ ഏത് മരത്തുമ്മലാണോ അതുമ്മ വെച്ച് കെട്ടുക. ഏത് ഭാഗത്തേക്കുള്ള കമ്പടം മാഷ് ഉദ്ദേശിച്ചത്? കുരുമുളകിന്റെ ചോട്ടിലേക്ക് വരും. കമ്പെന്ന് പറഞ്ഞാൽ അതിന്റെ വള്ളി, കുരുമുളക് വള്ളിയാണ്. മറ്റത് കായ്ക്കുന്നത് മുഴുവൻ അതിന്റെ ചെറിയ ചെറിയ ശിഖരങ്ങളായിട്ട് വരുന്ന കുരുമുളക് ഉണ്ടാവുക. ഇത് എല്ലാ കുരുമുളകും അങ്ങനെ തന്നെ. ഇതിന്റെ ഇടയിൽ കൂടെ കാണാൻ ഇങ്ങനെ വള്ളി കയറി വന്ന് ചോട്ടിലേക്ക് മണ്ണിൽ ഇങ്ങനെ സഞ്ചരിച്ചാണ്. ഒരു നല്ലൊരു കുരുമുളക് കൂടിയാണെങ്കിൽ അതിന്റെ ചുറ്റുഭാഗം മുഴുവൻ ഇങ്ങനെ പടർന്നു കിടക്കുന്നതാണ്. അത് കായ്ക്കില്ല അത്. അപ്പൊ അതിനെ നേരെ ഇതിന്റെ കടഭാഗം വെച്ച് മുറിക്കുക. അതും വേറൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ തന്നെ കൊണ്ടുവരിക. ഇത് 2-3 കമ്പ് മണ്ണില് താഴ്ത്താന്ന് വെച്ചാൽ ഒരു 2 ഇഞ്ച് താഴുണ്ടോ, 2 ഇഞ്ച് 3 ഇഞ്ച് പരമാവധി. അത് താഴ്ത്തി ഒരു ചെറിയൊരു പൊഴിന്റെ ആക്കതിൽ വെക്കുക, മണ്ണിടുക. ഈ തണ്ടിനെ എത്രയുണ്ടോ അതിനെ ഇതിന്റെ അടയ്ക്കാമരാണോ അല്ലെങ്കിൽ തെങ്ങാണോ അല്ലെങ്കിൽ ഒരു മരമാണോ അതുമ്പോൾ വെച്ച് കെട്ടുക. മറ്റേ വാഴയുടെ വള്ളി അതെങ്കിലും സാധനം ചാക്കാരുടെ എടുത്തിട്ട് ഇതിനെ കെട്ടി കംപ്ലീറ്റ് പൊക്കി നിർത്തുക. ഏറ്റവും തലഭാഗത്ത് കറക്റ്റ് കെട്ടി നിർത്തുക. അപ്പൊ അതങ്ങനെ നിൽക്കും. അത് നിന്ന് നമ്മൾ വേനൽ വരുന്നതോടുകൂടി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ കാര്യമായി വളം നടന്ന ചപ്പും ചാറുന്നിട്ട് കടക്കി കൊണ്ടിടുക. അത് കഴിഞ്ഞാല് ഇത് കണ്ണി കുത്തും. കണ്ണി കുത്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് പോകണ ഈ സാധനം ഉണ്ട്. അതിൽ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇതായിട്ട് പൊടിപ്പ് വന്നിട്ട് ചെറിയ ഇതാണ് തലപ്പുകളായിട്ട് ചില്ലകൾ പോലെ ഇങ്ങനെ വരും. അത് വന്നാൽ അടുത്ത തിരുവാതിരയിൽ അത് കായ്ച്ചിരിക്കും. മറ്റേ നമ്മൾ ചെറിയതായി നട്ടാൽ അടുത്ത തിരുവാതിര കായ്ക്കുമോ? ഇത് അടുത്ത തിരുവാതിരയിൽ അത് കാത്തിരിക്കും. തിരുവാതിരയിലാണ് ഇത് കുരുമുളക് നടേണ്ടത്. ഇപ്പൊ പലരും ആ തിരുവാതിര നോക്കാറില്ല. പക്ഷെ നമ്മൾ ഈ പാരമ്പര്യം കുറെ നമ്മൾ കൊണ്ടു നടക്കണം. ചില മുഹൂർത്ത കാര്യങ്ങളുണ്ടല്ലോ, രോഹിണി ഞാറ്റുവേല, തിരുവാതിര ഞാറ്റുവേല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മകരമാസത്തില്
പിന്നെ ഭരണി, കുംഭമാസത്തിലെ ഭരണി എന്നൊക്കെ ആ പഴയൊരു ആശയങ്ങളുണ്ടല്ലോ, അതുമ്മ നമ്മൾ മുറുകെ പിടിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഒരു കുട്ടിയോട് ചോദിച്ചു ഏത് മാസത്തിലാണ് വിഷു എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടിക്ക് പറയാൻ കഴിഞ്ഞില്ല. അത് ആ പാരമ്പര്യം നമ്മൾ പാരമ്പര്യമായിട്ട് അത് ചെയ്യാത്തതിന്റെ കാരണമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് വളരെ സക്സസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ നാടൻ വാഴകളൊക്കെ ഞാൻ ഒരു വളം ചെയ്യാറില്ലേ, എന്നും വിലയാണ് ഇവിടെ, എന്നും വില. കാരണം എന്ന് വെച്ചാൽ ആകെ ഞാൻ ചെയ്യുക എന്താന്ന് വെച്ചാൽ ഒരു കുഴി കുത്തുന്നു, അതില് ചപ്പും ചവറും അടുത്തുള്ള പുല്ല്, കുറെ പുല്ല് ഇതിന്റെ ഉള്ളിലേക്ക് വെട്ടിയിടുന്നു, ഈ വാഴ അടുത്ത ഇതിൽ നിന്ന് ഒരു കുത്താന്മാരെ എടുക്കുന്നു, ഒരു വാഴ കുത്തി പറിച്ച് ഇതിലേക്ക് വെക്കുന്നു, തൈ വെക്കുന്നു. വെക്കുമ്പോ എന്താന്ന് വെച്ചാല് അതിന്റെ ഇലകളുണ്ടല്ലോ, ഇലകൾ വെട്ടിക്കളയാൻ പാടില്ല. അപ്പൊ നമ്മൾ കുറച്ച് വലിയ തൈയാണെന്ന് കഴിക്കുക, അപ്പൊ ഇലയൊക്കെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമല്ലോ, അത് വെട്ടിക്കളയാൻ പാടില്ല. അതിന്റെ ആ ഇല ഇങ്ങനെ ഊരിക്കളയാ, എല്ലാം ഊരിക്കളയാ. അപ്പൊ എന്താ വെച്ചാൽ ആ തണ്ട് മാത്രമായിട്ട് വാഴകൾ നിൽക്കും. അപ്പൊ എന്താ വെച്ചാൽ അതിന് ഇത് ഇലകൾ നിന്നാല് ഇതിൽ കൂടി ഇതിന്റെ ശരീരത്തിലെ വെള്ളം ഉണ്ടല്ലോ, അത് രാത്രി കാലങ്ങളിൽ ഇത് പുറത്തു വിട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന് വലിച്ചെടുക്കാനുള്ള ശേഷി ആയിട്ടില്ലല്ലോ. അപ്പൊ എന്താ വെച്ചാൽ വാഴ വണ്ണം ഉണങ്ങി വന്നിട്ട് അത് ശുഷ്കിച്ചു പോകും. നേരെ വെച്ച് വെള്ളം പുറത്തേക്ക് വിടാനുള്ള അവസരം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വാഴ അങ്ങനെ തന്നെ നിൽക്കും, പൂമ്പെടുക്കും, പിന്നെ അവൻ വളരെ ശക്തിയായിട്ട് വരും. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ അതിനൊന്നും, പിന്നെ ചുറ്റുഭാഗത്തുള്ള പുല്ലൊക്കെ ഒന്ന് ചെത്തി അതിന്റെ കടക്ക കൂട്ടുക, ഒരിത്തിരി മണ്ണ് സ്വല്പം കടയിൽ കയറ്റി കൊടുത്താൽ വാഴ വളരെ ഭംഗിയായിട്ട്, നാടൻ വാഴ വളരെ ഭംഗിയായിട്ട് നടക്കും. നേന്ത്രവാഴ ഞാൻ ചെയ്യാറില്ല, കാരണം എന്ന് വെച്ചാൽ അതിന് രാസവളം നല്ല പോലെ ചേർത്തും, പിന്നെ ഈ പിണ്ടിപ്പുഴു ഉണ്ടല്ലോ, പിണ്ടിപ്പുഴു ആക്രമണത്തിനെതിരെ അതിന് മരുന്നുകൾ ചെയ്തൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ കുറേ വാഴകളൊക്കെ അറിഞ്ഞു, പക്ഷെ അതില്ല. ഇപ്പൊ എൻ്റെ കയ്യിൽ 7 തരം നാടൻ വാഴകളുണ്ട്. ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഞങ്ങളുടെ അയൽവക്കക്കാര്, മകള്, മറ്റേ മകള് എല്ലാമായിട്ട് അങ്ങനെ ഇതായിട്ടങ്ങനെ പഴം എന്ന് പറഞ്ഞാൽ സ്ഥിരം 360 ദിവസം പഴമാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തി. ഇവിടെ എന്ന് വെച്ചാൽ പറമ്പില് ഒഴിഞ്ഞൊരു സ്ഥലമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് കൃഷി എന്ന് പറഞ്ഞാല് ഇന്ന കൃഷി എന്നുള്ളതില്ല. എല്ലാം വെക്കണം, മരങ്ങളുടെ ഇടയിലൊക്കെ വെക്കണം. ഈ തെങ്ങുകൾ നിശ്ചിതമായ അകലത്തിൽ മാത്രമേ വെക്കാവൂ. ഇപ്പൊ അങ്ങനെയല്ല, നേന്ത്രവാഴ വെക്കുന്നത് പോലെ തെങ്ങ് വെച്ചാൽ അത് കായ്ക്കൂ. പണ്ടൊക്കെ അങ്ങനെയല്ല, ഇതിന്റെ പട്ടകൾ തമ്മിൽ അണ്ണാറക്കണ്ണം ചാടിയാൽ എത്താൻ പാടില്ല. അന്നൊരു ഏക്കറിൽ 80 തെങ്ങ് വെക്കാം. പക്ഷെ ഇപ്പൊ ആ 80ന്റെ കാര്യമില്ല, നമുക്ക് 100, 100 ചില്ലറയൊക്കെ വെക്കാൻ പറ്റും സ്ഥലത്തിനനുസരിച്ച്. 7.5 മീറ്ററെങ്കിലും അകലം വേണം തൈകൾ തമ്മിൽ. സ്ക്വയറായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാതും തമ്മിൽ 7-7.5 മീറ്ററെങ്കിലും ഇത് അകലം ഉണ്ടെങ്കിൽ മാത്രമേ ഈ തെങ്ങുകൾ കൃത്യമായിട്ട് അതിന് സൂര്യപ്രകാശം തട്ടി വരുള്ളൂ. ഇപ്പൊ നമ്മൾ ഉറങ്ങണ നേരത്ത് വേറൊരാൾ നമ്മുടെ മുകളിൽ കയറി കിടന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. അപ്പൊ അതുപോലെയാണ് ഇവര്, സൂര്യപ്രകാശമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാല് സൂര്യപ്രകാശത്തിനെ മുഴുവൻ നമ്മൾ ചെടികളെ കൊണ്ട് സ്വീകരിപ്പിക്കുക. അവയ്ക്ക് മാത്രമല്ലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഇലകളെ കൊണ്ട് മുഴുവൻ സ്വീകരിപ്പിക്കുക. ഈ ഇലകളെ മുഴുവൻ നമ്മൾ മണ്ണിലേക്ക്, അത് പച്ചവളായാലും പച്ചിലയായിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഈ കൊഴിയുന്ന ഇലയുണ്ടല്ലോ, ഇതിൽ മുഴുവൻ കാർബണാണ്. അത് കാർബൺ ഈ സൂര്യപ്രകാശം സ്വീകരിച്ച് ഇവര് ഭക്ഷണം പാകം ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് ഈ കൊഴിയുന്ന ഇലയിലുള്ളത്. അത് മണ്ണിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ കാർബൺ കംപ്ലീറ്റ് ആയി എല്ലാ ചെടികളും വളർന്നുകൊണ്ടിരിക്കും. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഇത് വെക്കുമ്പോൾ, തെങ്ങിന്റെ ഇടയിൽ വെക്കുമ്പോൾ ഫ്രൂട്ട്സ് വെക്കാനായിട്ട് ശ്രമിക്കണം. നല്ല മാങ്ങയാവാം, നല്ല തരം മാവുകള്, പ്ലാവുകള്, അതുപോലെ റംബൂട്ടാനോ മറ്റേ അതുപോലെയുള്ള ഏതൊരു, നമുക്ക് പപ്പായ, അതുപോലെ നമ്മൾ നാട്ടിൽ കിട്ടാവുന്ന പഴങ്ങൾ ഏതും നമുക്ക് വയ്ക്കാം. ഇതിലിപ്പോ എൻ്റെ പറമ്പിൽ ഒരു 20ഓളം തരം പഴങ്ങളുണ്ട്, വിവിധ സ്ഥലങ്ങൾ അതായിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഓരോന്നേ ഒരു സ്ഥലത്ത് കാണുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ, അത് ഒന്നിലും തൈ വാങ്ങി, അല്ലെങ്കിൽ നഴ്സറിയും തൈ വാങ്ങി അത് കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു, അത് കായ്ച്ചു തുടങ്ങും. അങ്ങനെ ആണ്. ഇതാണ് കൃഷി. അല്ലാതെ ഇപ്പൊ ഒരു തെങ്ങ് വെച്ചു അല്ലെങ്കിൽ 4 പച്ചക്കറി വെച്ചു അല്ലെ, അത് കൃഷിയല്ല. സമഗ്രമായ ഒരു കൃഷിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പൊ സമഗ്രമായ കൃഷി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ 2-3 വിളയെങ്കിലും സുസ്ഥിരമായ വിള വേണം. എന്ന് വെച്ചാൽ തെങ്ങ് നമ്മൾ വെച്ചു, സുസ്ഥിരമായ ഒരു ഒരു വിളയായില്ല. അത് കവുങ്ങ് വെച്ചു,
അടയ്ക്ക നല്ല വിലയുള്ള സുസ്ഥിരമായ. അപ്പൊ തെങ്ങുകൾ നേരെ മുകളിലേക്ക് പോകേണ്ട തരത്തിൽ സൂര്യപ്രകാശം കിട്ടേണ്ട തരത്തിൽ തെങ്ങ് വെച്ചു. അതിന്റെ കുറച്ച് അകലെയായിട്ട് അടയ്ക്കാമരം വെച്ചു. ആ അടയ്ക്കാമരത്തുമ്പോൾ നമുക്ക് കുരുമുളക് കയറ്റാം. അപ്പൊ എന്താ വെച്ചാൽ 3 തരം വളം നമുക്ക് ഒരേ സ്പേസിൽ നമുക്ക് കിട്ടി ഇല്ലേ. പിന്നെ സ്ഥലം ഉണ്ടെങ്കിൽ ജാതി, വെള്ളക്കെട്ടില്ലാത്ത സ്ഥലമാണെങ്കിൽ ജാതി വയ്ക്കുക. അപ്പൊ 4 വിള സുസ്ഥിരമായ വിളയായി. അപ്പൊ എന്താ വെച്ചാൽ നാളികേരം എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെയ്ത് കിട്ടിയിരിക്കും. അതുപോലെ അടയ്ക്ക നല്ലപോലെ നമ്മൾ നാടൻ അടയ്ക്ക വയ്ക്കണമെങ്കിൽ ഒരു 4 കൊല്ലം 5 കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും കായ്ക്കും. മറ്റേ പറയുന്നത് പോലെ ഹൈബ്രിഡ് നിങ്ങൾക്ക് അടുത്ത കൊല്ലം 2 കൊല്ലം കായ്ക്കുന്നത് അത് വേണ്ടാന്ന്. നമ്മൾ നാടൻ വയ്ക്കുക, 4-5 കൊല്ലം കൊണ്ട് അത് കായ്ക്കും, നല്ലപോലെ കായ്ക്കുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു സുസ്ഥിര അതായി. മൂന്നാമത്തത് കുരുമുളക്. കുരുമുളക് നമുക്കത് കയറ്റി കഴിഞ്ഞാൽ പിന്നത്തെ കൊല്ലം തൊട്ട് നമുക്ക് കുറേശ്ശെ നമ്മുടെ ആവശ്യത്തിന് കിട്ടി. പിന്നെ അത് കൂടി വന്നിട്ട് നമുക്ക് വിൽക്കാനുള്ള സാധനമാവും. അത് 2-4 കടയുണ്ടായാൽ മതി, നമുക്ക് വിൽക്കാനുള്ള കുരുമുളകായി. അപ്പൊ അതായില്ലേ. അപ്പോൾ ജാതി ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ജാതി 2-4 നല്ല തരം ജാതി വയ്ക്കുക. അപ്പൊ അതുകൊണ്ട് അത് തന്നെ ആയില്ലേ 4 തരം സുസ്ഥിരമായ വിളവായി. അതല്ലാതെ നമ്മൾ മറ്റത് അതിൽ ലാഭമുണ്ട്, ഈ കൃഷി ലാഭമാണ്, അത് ചെയ്താൽ നമുക്ക് 2 ലക്ഷം കിട്ടുന്നത് അതൊരു ഓടിയിട്ട് കാര്യമില്ലാന്ന്. ഇതിൽ നമുക്കൊരു പ്രയോജനം. ഇപ്പൊ നാളികേരം ഒരു കൊല്ലം കുറഞ്ഞു ധരിക്കുക, അടയ്ക്കായിരിക്കും ആ കൊല്ലം നമ്മളെ സഹായിക്കുന്നത്. ഈ അടയ്ക്ക നമ്മൾ കുറഞ്ഞു ധരിക്കുക, കുരുമുളക് നമ്മളെ സഹായിക്കില്ലേ. കുരുമുളക് കായ്ക്കാത്ത ഒറ്റ കൊല്ലം ഉണ്ടാവില്ല, പിന്നെ എന്തെങ്കിലും രോഗം വരണം. ഈ ജൈവ രീതിയിൽ പ്രകൃതി രീതിയിൽ കൃഷി ചെയ്താൽ കുരുമുളകിനൊരു അസുഖം വരില്ല, വേണ്ട രോഗം മറ്റൊന്നും വരുന്നില്ല. അപ്പൊ അതങ്ങനെ ചെയ്യാം. അതുപോലെ ജാതി ഉണ്ടായാല് കറക്റ്റ് ആയില്ലേ. പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് മാവോ പ്ലാവോ റംബൂട്ടാനോ ജാതി മറ്റേ ഇതില്ലേ പഴവർഗ്ഗങ്ങൾ ഏതെങ്കിലുമൊക്കെ വെച്ച് ഫില്ലാക്കുമ്പോൾ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം നേരിട്ട് മണ്ണിൽ ഒരിക്കലും വീഴാൻ പാടില്ല. അപ്പൊ അതിനെ ഈ മരങ്ങളുടെ ഇല കൊണ്ട് നമ്മൾ അതിനെ ക്ലോസ് ചെയ്യണം. മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികൾ ഒരിക്കലും മണ്ണിലേക്ക് നേരിട്ട് വീഴാൻ പാടില്ല. കാരണം അത് മരം മഴ തോർന്നാലും മരം തോരരുന്നാണ് നമ്മൾ കാരണന്മാർ പറയുന്നത്. അപ്പൊ മറ്റത് അങ്ങനെയല്ല. ഒരു മഴ പെയ്യുന്നതോടുകൂടി ഇപ്പൊ മരങ്ങളില്ലെങ്കിൽ ആ മഴത്തുള്ളി മണ്ണിൽ വന്ന് ഒറ്റയടിയാണ്. എത്ര അകലന്ന് വരുന്ന സാധനമാണെന്നറിയോ. അതൊരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഒരു ബോംബ് പൊട്ടുന്ന പോലെയാ. കാരണം എന്താ വെച്ചാൽ മേൽമണ്ണിന് മുഴുവൻ അവൻ അങ്ങനെ അകത്തി കൊണ്ടുപോകും, ഒഴുകി പോകുന്ന വെള്ളത്തിൽ മുഴുവൻ പോകും. നേരെ മറിച്ച് മഴ പെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന മരങ്ങളിൽ ഏറ്റവും ആദ്യം മഴത്തുള്ളി, അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത മരത്തിലേക്ക് ഇത് വീണു, വീണ്ടും അടുത്ത മരത്തിലേക്ക് വീണു, അത് അടുത്ത അങ്ങനെ വന്ന് അവസാനം പുല്ലിൽ വന്ന് അവസാനിക്കും. പുല്ല് കണ്ട് പേടിക്കണ്ട കേട്ടോ. പുല്ല് ഏറ്റവും നല്ല സാധനം. കാരണം അതിനെ ചെത്തി കൂട്ടി ഒരു കൂട്ടിൽ ഇട്ട് നമ്മൾ തെങ്ങിൻ്റെ തടത്തിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പുല്ല് വളരാത്ത ഭൂമി മരുഭൂമിയല്ലേ. ഇപ്പൊ ആളുകളൊക്കെ പുല്ല് കണ്ടു മരുന്ന് കൊണ്ടടിക്കുക അല്ലേ. പുല്ലില്ലാത്ത ഭൂമി നമുക്ക് എന്തിനു കൊള്ളാം. ഇപ്പൊ സൗദി മറ്റേ അറേബ്യ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ തന്നെ മരുഭൂമിയില്ലേ, അവിടെ പുല്ല് വളരുന്നില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല. ഒരു സ്ഥലത്ത് നമ്മൾ വീടടച്ചിട്ട് പോയിട്ട് 1 മാസം കഴിഞ്ഞ് വന്ന് നോക്കിയേ നിറയെ പുല്ലായിരിക്കും. കാരണം പ്രകൃതിയുടെ ഒരു തത്വമാണത്. അങ്ങനെ പുല്ല് മുളയ്ക്കുന്ന ഭൂമിയിൽ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത കൃഷി ചെയ്യാൻ പറ്റില്ല. പുല്ലുള്ള ഭൂമിയാണ് ജീവനുള്ള ഭൂമി. പക്ഷെ നമ്മൾ അതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരണം. കാരണം വെച്ചാൽ ഒരു നിശ്ചിത ഇത് വരുമ്പോൾ അതൊക്കെ വെട്ടുക, ഒന്ന് മിഷനുള്ള ഒരു മിഷൻ കൊണ്ട്. പക്ഷെ ആ സാധനത്തിന് നമ്മൾ അവിടെ നിന്ന് കളയാൻ പാടില്ല. ഈ വെട്ടിയിടുന്ന ഇലകളോ മറ്റു സാധനം അത് ഒരിക്കലും ആ ഭൂമി അതവിടെ നിന്ന് മാറ്റാൻ പാടില്ല. അത് അവിടെ തന്നെ കിടക്കണം. അപ്പോഴാണ് അത് ഈ കാർബൺ കംപ്ലീറ്റ് ഭൂമിയിലേക്ക് എത്തും. പിന്നെ ജൈവ അംശങ്ങൾ കൂടുതലായി ജീവാണുക്കൾ കണ്ടമാനം വളരാൻ തുടങ്ങുന്നു, മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നു, അങ്ങനെ ജീവനുള്ള മണ്ണായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഈ കൃഷിയിലെ യഥാർത്ഥ രീതി. അപ്പൊ മാഷി ശരിക്കും പറഞ്ഞാല് നമ്മൾ തെങ്ങ് കൃഷിയിൽ നിന്നാണ് തുടങ്ങിയതെങ്കിലും തെങ്ങ് കൃഷി ഒരു പറമ്പിൽ തെങ്ങ് കൃഷി മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്. അതോടനുബന്ധിച്ച് കവുങ്ങ്, വാഴ, കുരുമുളക്, ജാതി മുതലായവയും മറ്റു പച്ചക്കറികളൊക്കെ സമ്മിശ്രമായിട്ടുള്ള കൃഷി രീതികളാണ് ആ ഒരു കർഷകനെ, ഭൂമിയുള്ള കർഷകനെ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നൊരു പാഠം കൂടി പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ 2 കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യമുണ്ട്. സമ്മിശ്ര കൃഷി ശ്രദ്ധയോടുകയാണെന്നുള്ളതും അതുപോലെ തന്നെ എല്ലാ ദിവസവും
താൻ കൃഷി ചെയ്യുന്ന ആ സ്ഥലത്ത് ഓരോ ഇതിനെയും ശരിക്കും അതിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെന്നുള്ള കാര്യം അവിടെ എത്തിയിരിക്കണം. സന്തോഷമായിട്ട് പറയാണ്. അപ്പോൾ മാഷിന് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.